Hi all, welcome back to PSC Aspirant with SCRT SS. ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ പുതിയ സിലബസ് പ്രകാരമുള്ള യൂണിറ്റ് 1 അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന പാഠഭാഗമാണ്. അതിനു മുമ്പ് നമുക്ക് വോളിയം 1 ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കാം. അധിനിവേശവും ചെറുത്തുനിൽപ്പും, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക്, ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ്വ്യവസ്ഥയും, ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും, വിഭവ വിനിയോഗവും സുസ്ഥിരതയും, മാധ്യമങ്ങളും സാമൂഹിക പ്രതിഫലനങ്ങളും. 7 പാഠങ്ങളാണ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ 3 പാഠഭാഗങ്ങളും കഴിഞ്ഞ വർഷത്തെയും അതുപോലെ തന്നെ പുതുതായി വന്നിട്ടുള്ള SCRT 10ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളുമായി വളരെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അധിനിവേശവും ചെറുത്തുനിൽപ്പും, ഹിസ്റ്ററിയിലെ പാഠം യൂണിറ്റ് 4 സമ്പത്തും ലോകവും എന്ന യൂറോപ്യൻ അധിനിവേശത്തിൻ്റെ ചരിത്രം പറയുന്ന പാഠഭാഗവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അതേ കാര്യങ്ങൾ തന്നെ നമുക്ക് ഇവിടെ 8ാം ക്ലാസ്സിലും കാണാൻ സാധിക്കുന്നുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് ഒന്നാമത്തെ പാഠഭാഗത്തിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഇവിടെയും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. 3ാമത്തെ പാഠഭാഗം ജിയോഗ്രഫി കണ്ടൻ്റാണ്. 10ാം ക്ലാസ്സിലെ യൂണിറ്റ് 1 ഋതുഭേദങ്ങളും സമയവും എന്നതിലെ കണ്ടൻറ്റുകളാണ് കാണാൻ സാധിക്കുന്നത്. 4ാമത്തേത് എക്കണോമിക്സ് പാർട്ടാണ്. സമ്പദ്ശാസ്ത്ര ചിന്തകൾ എന്ന പാഠം കഴിഞ്ഞ വർഷവും നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതിലെ സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ വർഷം നമ്മൾ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു ഇരുന്നത്. ഇവിടെ അവകാശങ്ങളെയും കർത്തവ്യങ്ങളെയും കുറിച്ചുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അടുത്ത 2 ഭാഗവും വിഭവ വിനിയോഗവും സുസ്ഥിരതയും പൊതുവായി വരാറുള്ള പാഠഭാഗങ്ങളാണ്. മാധ്യമങ്ങളും സാമൂഹിക പ്രതിഫലനങ്ങളും ഇന്നത്തെ സമൂഹത്തിൽ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പാഠഭാഗം തന്നെയാണ്. ഇത്തരം കണ്ടന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അതായത് പാഠഭാഗങ്ങളിൽ ഒത്തിരിയേറെ ഫാക്റ്റുകൾ, ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കൂടുതൽ ഫാക്റ്റുകൾ കുട്ടികളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നല്ല രീതിയിലുള്ള കണ്ടന്റ് കൺവേ ചെയ്യാൻ സാധിക്കുന്ന യൂണിറ്റുകളാണ് നമുക്കിവിടെ ഉൾപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, 1ാമത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം. യൂണിറ്റ് 1 അധിനിവേശവും ചെറുത്തുനിൽപ്പും. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് 1601 ഏപ്രിലിൽ ആയിരുന്നു. 18 മാസങ്ങൾക്ക് ശേഷം അസ്ലൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റുൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. ഈ വിജയത്തെ തുടർന്ന് ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് 1604 മാർച്ചിൽ 2ാം ദൗത്യം ആരംഭിച്ചു. മടക്ക് യാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു. പക്ഷേ സൂസൻ കടലിൽ വെച്ച് തകർന്നു. പിന്നാലെ വന്ന അസ്ലൻഷനും ഡ്രാഗണും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉഴറി നടക്കുകയായിരുന്ന ആ കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടിരുന്നു. 1606 മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പുവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി. കമ്പനിയുടെ ലാഭം മുടക്കുമുതലിന്റെ 95%. നമുക്കറിയാം, ബ്രിട്ടീഷ് ആധിപത്യത്തിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. 1600 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടുന്നത്. അതിനുശേഷം ഏപ്രിൽ മാസത്തിൽ ഈസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത് ഏഷ്യയുടെ തെക്ക് കിഴക്കൻ ഭാഗത്തായി വരുന്ന രാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. ഈ ഭാഗത്തേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യത്തെ കപ്പൽ വ്യൂഹം അയക്കുന്നു, അല്ലേ? 18 മാസങ്ങൾക്ക് ശേഷം ഈ കപ്പൽ വ്യൂഹം എന്ന് പറയുന്നത് ഏതൊക്കെ കപ്പലുകളാണ് എന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അസ്ലൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ. ഈ ഭാഗങ്ങളിൽ നിന്നും ഏഷ്യയിൽ നിന്നും നല്ല രീതിയിൽ സ്പൈസസ്, കുരുമുളകും മറ്റു ഉൽപ്പന്നങ്ങളും ഇവർക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് ഒരു വ്യാപാര ആവശ്യം അല്ലെങ്കിൽ ഒരു ആധിപത്യം എന്നുള്ള രീതിയിലാണ്
ബ്രിട്ടീഷുകാർ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നു വരുന്നത്. അവര് മടങ്ങിപ്പോകുന്നു. ഇതേ കപ്പലുകൾ വീണ്ടും 1604 മാർച്ചിൽ രണ്ടാം ദൗത്യം ആരംഭിച്ചു. ഹെക്ടറും സൂസനുമാണ് ആദ്യം പുറപ്പെട്ടത്. പിന്നാലെയാണ് കപ്പൽ വ്യൂഹത്തിലെ അടുത്ത കപ്പലുകൾ എത്തിച്ചേരുന്നത്. പക്ഷെ ഇവർക്ക് ഹെക്ടർ എന്ന കപ്പലിലെ നാവികരെ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. എങ്കിലും 1606 മെയ് മാസത്തിൽ കുരുമുളക്, ഗ്രാമ്പു, ജാതിക്ക തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ നിറച്ചുകൊണ്ടുള്ള കപ്പലുകൾ ഇംഗ്ലണ്ടിൽ, ലണ്ടനിൽ തിരിച്ചെത്തുന്നു. ഇവർക്ക് മുതൽ മുടക്കിന്റെ 95% ലാഭമാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ കാലഘട്ടം ഒന്ന് ഓർക്കുക. 1600കളിലാണ്, 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ്. ഈ ബ്രിട്ടീഷുകാർ എന്ന് പറയുന്നത് വ്യാപാര ആവശ്യങ്ങൾക്ക് കുത്തക നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്ര തുടങ്ങുന്നത്. ക്ലിയർ? ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ഈസ്റ്റ് ഇൻഡീസ് വ്യാപാര ബന്ധത്തിനായി ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച് പിൽക്കാലത്ത് ഇന്ത്യ അടക്കി ഭരിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ വ്യാപാര പരിശ്രമങ്ങളുടെ വിവരണം വായിച്ചല്ലോ. ഇത്രയും ബുദ്ധിമുട്ടേറിയ വ്യാപാരത്തിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ചതെന്തെന്ന് നമുക്ക് പരിശോധിക്കാം. പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു. ഈ ബന്ധങ്ങൾ 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. അതായത് കരഭാഗവും കടൽ മാർഗവും വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിൽ യൂറോപ്യർ വിജയിച്ചിരുന്നു. എന്നാൽ ഈ സമുദ്രപാത, കടൽപാത തിരഞ്ഞെടുക്കുന്നതിലേക്ക് എന്തൊക്കെ കാരണങ്ങളാണ് യൂറോപ്യരെ നയിച്ചത് എന്നൊന്ന് നമുക്ക് നോക്കാം. ഒന്ന്, യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി. അവര് എന്തു ചെയ്തു? ഈ മേഖലകളിലൊക്കെ തന്നെ കപ്പൽ യാത്രയിലും കപ്പൽ നിർമ്മാണത്തിലും വൻ പുരോഗതി കൈവരിച്ചു. ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി, പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്, ഈ കാര്യം അവരെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ടാകാം. യൂറോപ്പിൽ കുരുമുളകടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത. ഇവർ പ്രധാനമായും ഈ കുരുമുളക് ഉപയോഗിച്ചിരുന്നത് മാംസം കൂടുതൽ കാലം കേടുകൂടാതെ ശേഖരിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതൊന്ന് ഓർത്തുവെക്കുക. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതോടുകൂടി കരമാർഗമുള്ള വ്യാപാര ബന്ധത്തിന് തടസ്സം നേരിട്ടു. ഈ കാരണങ്ങളൊക്കെയാണ് യൂറോപ്യരെ പുതിയൊരു സമുദ്രപാത കണ്ടെത്തുന്നതിന് പ്രേരിപ്പിച്ച ഘടകങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിലെത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ. വാസ്കോഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ. നമുക്കിവിടെ സൈഡിൽ അധിക വായനയ്ക്കായിട്ട് കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ സ്ഥാനം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. 1453 തുർക്കികൾ ഇവിടം പിടിച്ചടക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു. തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യർ നിർബന്ധിതരായി. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ഇവിടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. വാസ്കോഡ ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള യാത്രയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഒന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. വാസ്കോഡ ഗാമയുടെ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം ലിസ്ബൺ. വാസ്കോഡ ഗാമ എത്തിച്ചേർന്ന സ്ഥലം ഇവിടെയാണ്, കാപ്പാട് അല്ലെ? കോഴിക്കോട് കാപ്പാടാണ് എത്തിച്ചേരുന്നത്. വാസ്കോഡ ഗാമ പിന്നിട്ട സമുദ്രങ്ങളും വൻകരകളും. നമുക്ക് ആദ്യം സമുദ്രം നോക്കാം. അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ സമുദ്രവും. ഇനി ഏതൊക്കെ വൻകരകളാണ്? ലിസ്ബൺ, യൂറോപ്പ് അല്ലെ? പോർച്ചുഗീസുകാരനായിട്ടുള്ള വാസ്കോഡ ഗാമ യാത്ര തുടങ്ങുന്നത് ഏത് വൻകരയിൽ നിന്നാണ്? യൂറോപ്പിൽ നിന്നാണ്. ആഫ്രിക്കൻ സമുദ്രത്തിലൂടെ
യാത്ര തിരിച്ച് എവിടേക്ക് എത്തിച്ചേരുന്നു? ഏഷ്യയിൽ അല്ലെ, ഇന്ത്യയിൽ എത്തിച്ചേരുന്നു. അപ്പോൾ 3 വൻകരകൾ കടന്നിട്ടാണ് ആര് എത്തിച്ചേരുന്നത്? ഇന്ത്യയില് 3ാമത്തെ വൻകരയിലേക്കാണ് ആര് എത്തിച്ചേരുന്നത്? വാസ്കോ ഡ ഗാമ. ക്ലിയർ? ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇത്രത്തോളം സാങ്കേതിക വിദ്യകൾ പുരോഗമിക്കുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു കാര്യം കൂടി പറയാം. അതായത് വാസ്കോ ഡ ഗാമയ്ക്ക് മുമ്പ് ഇന്ത്യൻ തീരം കണ്ടെത്താൻ വേണ്ടിയിട്ട് പോർച്ചുഗീസിൽ നിന്നും യാത്ര തിരിച്ച ഒരു ഭൂമിശാസ്ത്ര പര്യവേക്ഷകനുണ്ടായിരുന്നു, നാവികനായിരുന്നു ബർത്തലോമിയോ ഡയസ്. എന്താണ് പേര്? ബർത്തലോമിയോ ഡയസ്. ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇദ്ദേഹമാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി എത്തിച്ചേരാൻ ആഗ്രഹിച്ച വ്യക്തി. വർഷം 1488 ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ അദ്ദേഹം എത്തിച്ചേർന്നു. ശുഭപ്രതീക്ഷാ മുനമ്പിൽ അദ്ദേഹം എത്തിച്ചേർന്നു. പോർച്ചുഗലിൽ നിന്നും യാത്ര തിരിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു. പക്ഷേ ഈ മുനമ്പ്, ഈ ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ള സമുദ്രം കടന്നുകൊണ്ട് ഏഷ്യൻ തീരത്തേക്ക് എത്തിച്ചേരാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല. ഇവിടെ നിന്നും തിരിച്ചുപോയി. ഇതേ തുടർന്ന് പോർച്ചുഗീസുകാർ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ ഭേദിച്ച് സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കപ്പലുകൾ നിർമ്മിച്ചു. അതിനുശേഷം ഈ പാത തന്നെ പിന്തുടർന്ന് സമുദ്രയാത്ര ആരംഭിച്ച വ്യക്തിയാണ് ആര്? വാസ്കോ ഡ ഗാമ. ഓക്കെ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലൂടെ ആഫ്രിക്കയുടെ കിഴക്കൻ തീരം ചുറ്റിയും ഇന്ത്യയിലെ കോഴിക്കോടുള്ള കാപ്പാട് എന്ന തീരപ്രദേശത്ത് ആര് എത്തിച്ചേർന്നു? വാസ്കോ ഡ ഗാമ. അപ്പോൾ ഇവിടെയുള്ള അഡീഷണൽ പോയിന്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വാസ്കോ ഡ ഗാമയ്ക്ക് മുമ്പ് ഇന്ത്യൻ തീരം കണ്ടെത്താൻ വേണ്ടി തിരിച്ച പോർച്ചുഗീസ് നാവികൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ് ഉത്തരം? ബർത്തലോമിയോ ഡയസ്. വർഷം 1488. അദ്ദേഹം ഏതുവരെ എത്തിച്ചേർന്നു? ആഫ്രിക്കയുടെ തെക്കേ തീരമായിട്ടുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ശുഭപ്രതീക്ഷ മുനമ്പ് വരെ എത്തിച്ചേർന്നു. പക്ഷേ ഈ ഭാഗം കവർ ചെയ്ത് ഓവർകം ചെയ്തുകൊണ്ട് മുമ്പോട്ട് നീങ്ങാൻ ആർക്ക് സാധിച്ചില്ല? ബർത്തലോമിയോ ഡയസിന് സാധിച്ചില്ല. പിന്നീട് വാസ്കോ ഡ ഗാമ ഈ ഒരു ഭാഗം കടന്നുകൊണ്ട് ആഫ്രിക്കയുടെ കിഴക്കൻ തീരവും താണ്ടിയിട്ടാണ് എവിടേക്ക് എത്തിച്ചേരുന്നത്? കോഴിക്കോട് എത്തിച്ചേരുന്നത്. ഓക്കെ. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാടി എന്ന സ്ഥലത്താണ് വാസ്കോ ഡ ഗാമ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിന്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു. അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാരാനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാരാനുമതി നേടിയെടുത്തു. കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി. തന്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ് ഗാമ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്. ഗാമ എത്തിച്ചേരുന്ന വർഷം 1498 കേരളവുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്ന വിദേശികൾ എന്ന് പറയുന്നത് അറബികളായിരുന്നു. അറബികൾക്ക് ആധിപത്യ മനോഭാവം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വെറും വ്യാപാര ബന്ധം, കച്ചവടത്തിന് വേണ്ടിയാണ് അവരെത്തുന്നത്. കച്ചവട മനോഭാവം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരുന്ന വാസ്കോ ഡ ഗാമ അന്നത്തെ സാമൂതിരി രാജവംശത്തോട് ആവശ്യപ്പെടുന്നത് അറബികളെ പുറത്താക്കിക്കൊണ്ട് പോർച്ചുഗീസുകാർക്കുള്ള സ്ഥാനം ആണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ സാമൂതിരി സമ്മതിച്ചില്ല. അങ്ങനെ വാസ്കോ ഡ ഗാമ എവിടേക്ക് പോകുന്നു? നോക്കൂ, കണ്ണൂരിലുള്ള കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാരാനുമതി നേടിയെടുക്കുന്നു. അദ്ദേഹം സുഗന്ധദ്രവ്യങ്ങളുമായി തിരിച്ചു പോകുന്നു. 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ് അദ്ദേഹം ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്. ഗാമയുടെ കപ്പലുകൾ സാവോ ഗബ്രിയൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളിലാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്.
ഗാമയുടെ യാത്രയിലൂടെ ഉണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല. തന്മൂലം സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കുമിടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു. പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മരയ്ക്കാന്മാരിൽ നിന്നായിരുന്നു. കുഞ്ഞാലി മരയ്ക്കാന്മാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണി ഉണ്ടായിരുന്നില്ല. കുഞ്ഞാലി മരയ്ക്കാർ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരയ്ക്കാർമാരാണ്. കുഞ്ഞാലി മരയ്ക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപ്പതനവും ആരംഭിച്ചു. അപ്പോൾ നാവികപ്പടയുടെ നേതാക്കന്മാരായിരുന്നു ആര്? കുഞ്ഞാലി മരയ്ക്കാർ എന്ന് പറയുന്നത്. 4 കുഞ്ഞാലി മരയ്ക്കാർമാർ ഉണ്ടായിരുന്നു. ഇവരാണ് ആരുമായിട്ട് പൊരുതി നിന്നിരുന്നത്? പോർച്ചുഗീസുകാരുമായിട്ട് പൊരുതി നിന്നിരുന്നത്. ക്ലിയർ? പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന പല വാക്കുകളും പല ഫ്രൂട്ട്സും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പോർച്ചുഗീസുകാരുടെ ഫലമായിട്ട് സംഭാവനകൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ചിത്രത്തിൽ തന്നിട്ടുള്ളവയുടെ മലയാളം പേരുകൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. മേശ, കസേര, അലമാര, ജനാല, പേന, ചാക്ക്. അല്ലെ? ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിന്റെ സ്വാധീന ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് ഈ പദങ്ങൾ മലയാള ഭാഷയ്ക്ക് ലഭിച്ചത്. കശുമാവ്, പറങ്കിമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയവ ആരുടെ സംഭാവനയാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത്? പോർച്ചുഗീസുകാരാണ്. മാനുവൽ കോട്ട കൊടുത്തിട്ടുണ്ട്. പോർച്ചുഗീസുകാർ സ്ഥാപിച്ച കോട്ടയാണ് ഏത്? മാനുവൽ കോട്ട. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട എവിടെയാണ് സ്ഥാപിച്ചത്? കൊച്ചിയിൽ സ്ഥാപിച്ചു. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ശ്രദ്ധിക്കാം. കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിൽ കീഴിലായി. അപ്പൊ പോർച്ചുഗീസ് ആധിപത്യം ഉണ്ടായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചി, ഗോവ, ദാമൻ ദിയു. അല്ലെ? അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ചവിട്ട് നാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. അതായത് പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ എന്തൊക്കെയാണ്? ഇതാണ് അതിനുള്ള ആൻസർ. ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ക്ലിയർ? പോർച്ചുഗീസ് ബന്ധം ഇന്ത്യയിൽ വ്യത്യസ്ത മേഖലകളിൽ ചെലുത്തിയ സ്വാധീനം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. രാഷ്ട്രീയ മേഖല, കാർഷിക മേഖല, വിജ്ഞാന മേഖല, സാംസ്കാരിക മേഖല. ഇത് നമുക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാനുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. രാഷ്ട്രീയ മേഖലയാണ് അല്ലെ? രാഷ്ട്രീയ മേഖലയാണ്. കൊച്ചി, അതുപോലെ തന്നെ കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി രാഷ്ട്രീയമാണ്. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. വിജ്ഞാന മേഖല. ചവിട്ട് നാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. സാംസ്കാരിക മേഖല. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. സാംസ്കാരിക മേഖലയാണ്. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. രാഷ്ട്രീയ മേഖല. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. വിജ്ഞാന മേഖല. കാർഷിക മേഖലയിലെ കശുമാവ്, പപ്പായ, പേരയ്ക്ക തുടങ്ങിയ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഇത്തരത്തിൽ ഈ മേഖലകളിൽ വരുന്ന കൂടുതലായിട്ടുള്ള പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ കണ്ടെത്തി പട്ടിക കൂടുതൽ വിപുലമാക്കുക. ഓക്കെ. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ ഹോളണ്ടിൽ നിന്നുള്ളവരായിരുന്നു. അതായത് നെതർലാൻഡ്സ്. ഡച്ചുകാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. കച്ചവടാധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. ബാറ്റിൽ ഓഫ് കുളച്ചൽ. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ആരൊക്കെ തമ്മിലാണ്?
കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഏത്? കുളച്ചൽ യുദ്ധം. അപ്പോൾ പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിൽ വന്നിട്ടുള്ള വിദേശികളാണ് ഡച്ചുകാർ അഥവാ ഹോളണ്ട് നെതർലാൻഡ്സുകാർ എന്ന് പറയുന്നത്. ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തി? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചു, അതായത് കച്ചവടാധിപത്യം സ്ഥാപിച്ചു. അവരെവിടെയൊക്കെയായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. പിന്നീട് 1741 ഇവർ ആരുമായി ഏറ്റുമുട്ടുന്നു? തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയുമായിട്ട് യുദ്ധമുണ്ടാകുന്നു. ഇതിൽ മാർത്താണ്ഡവർമ്മ വിജയിക്കുന്നു. കുളച്ചൽ യുദ്ധ സ്മാരകം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എവിടെയാണ്? തിരുവിതാംകൂറിൽ, അതായത് തിരുവനന്തപുരത്തുള്ള കന്യാകുമാരിക്കടുത്താണ് കുളച്ചൽ സ്ഥിതി ചെയ്യുന്നത്. ഹോർത്തൂസ് മലബാറിക്കോസ്. ഡച്ചുകാരുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാറിക്കോസ് എന്ന കൃതിയാണ്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രിന്റിങ്ങിൽ പുതിയ SCERT പുസ്തകങ്ങളിലൊക്കെ തന്നെയും നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള പല വാക്കുകൾക്കും വ്യത്യാസം കാണുന്നുണ്ട്. പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഹോർത്തൂസ് മലബാറിക്കസ് എന്നാണ് നമ്മൾ പഠിച്ച് ശീലിച്ചിട്ടുള്ളത്. ഇതിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഹോർത്തൂസ് മലബാറിക്കോസ്. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. എത്ര സസ്യങ്ങൾ? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. PSCയിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാലോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പം ഈ ഒരു നമ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻഡ്രീഡ് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. അപ്പം നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യാം? തെറ്റിക്കാം. അപ്പോൾ ചിലപ്പോൾ ഇത് അങ്ങോട്ടോട്ട് മാറ്റിയിട്ടാവാം, ഈ നമ്പർ അങ്ങോട്ടോട്ട് മാറ്റിയിട്ടാവാം കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 742 സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി. ഹെൻറിക് വാൻഡ്രീഡ് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. അപ്പു ഭട്ട്, രംഗ് ഭട്ട്, വിനായക് ഭട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായി. ഇതിൽ ഏതെങ്കിലും ഒരു പേര് തെറ്റിച്ചിട്ടും നൽകാൻ സാധ്യതയുണ്ട്. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കോസ് ആണ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാൽ ആണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും കൂടി ശ്രദ്ധിക്കുക. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് 10% നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുണ്ട്. അതായത് ഓപ്ഷൻസ് തന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുക. ഫോർ എക്സാമ്പിൾ, ഹോർത്തൂസ് മലബാറിക്കോസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ABCD എന്ന് കൊടുത്തിട്ട് ഓരോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ച് കൊടുക്കാം. അതായത് 742 ഔഷധ സസ്യങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥമാണിത്. ആ 742 ചിലപ്പോൾ 274 സസ്യങ്ങൾ. അപ്പോൾ നമുക്ക് ആ ഒരു നമ്പർ ക്ലിയർ അല്ലെങ്കിൽ ഇതാണ് തെറ്റായ പ്രസ്താവന എന്ന് കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ വാൻഡ്രീഡ് ആണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അതുപോലെ സഹായിച്ചിട്ടുള്ള ആളുകൾ മലയാളികൾ ഇട്ടി അച്യുതൻ, അപ്പു ഭട്ട്, രംഗ് ഭട്ട്, വിനായക് ഭട്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ഫാക്റ്റ് ആണ്, മലയാള അക്ഷരങ്ങൾ ആദ്യമായി അച്ചടിച്ചു വന്ന പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. അതുപോലെ തന്നെ സൈഡിൽ ഹോർത്തൂസ് മലബാറിക്കോസ് എന്ന പുസ്തകത്തിൻ്റെ കവർ പേജും കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് ശ്രദ്ധിക്കുക. ക്ലിയർ? ഇത് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്തത് KS മണിലാൽ ആണ് എന്നതും കൂടി ശ്രദ്ധിച്ചു വെക്കുക. ഇട്ടി അച്യുതൻ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഹോർത്തൂസ് മലബാറിക്കോസിലെ ഒരു ചിത്രമാണിത്. ഏത് സസ്യമാണിതെന്ന് തിരിച്ചറിയുക. പന അല്ലേ? പനയാണ്. അടുത്ത യൂറോപ്യൻ വിദേശികൾ ആരൊക്കെയാണ്? കച്ചവടാധിപത്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള വിദേശികൾ. ഫ്രഞ്ചുകാർ.
ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും അഥവാ ഇംഗ്ലീഷുകാർ പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. തൽഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി, പുതുച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന വിദേശികൾ, യൂറോപ്യന്മാർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ അഥവാ പോളണ്ട്, നെതർലാൻഡ്സ് എന്നൊക്കെ അറിയപ്പെടുന്നു. അതിനുശേഷം ബ്രിട്ടീഷുകാർ, ഇംഗ്ലണ്ടുകാർ, അടുത്തത് ഫ്രാൻസ്. ഡച്ചുകാർ വന്നിട്ട് പോർച്ചുഗീസുകാരെ അടിച്ചമർത്തുന്നു. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാകുന്നു. ആ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ യുദ്ധത്തിൽ അന്തിമ വിജയം ആർക്കൊപ്പമായിരുന്നു? ബ്രിട്ടീഷുകാർക്കൊപ്പമായിരുന്നു. അങ്ങനെ ഫ്രഞ്ചുകാർ എവിടെ മാത്രമായിട്ട് ചുരുങ്ങുന്നു? പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഫ്രാൻസിന്റെ കേന്ദ്രങ്ങൾ, ഇന്ത്യയിലെ ഫ്രാൻസിന്റെ അധിനിവേശ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? കർണാട്ടിക് യുദ്ധങ്ങളെ കുറിച്ചൊന്ന് നോക്കാം. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നു. ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക്. തമിഴ്നാടിന്റെ ഭൂരിഭാഗം വരുന്നതും അമേരിക്കയുടെ തെക്ക് ഭാഗത്ത്, അതായത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്. അപ്പൊ ഇവിടുത്തെ ഈ ഒരു ഭാഗമാണ് കർണാട്ടിക് എന്ന് അറിയപ്പെടുന്ന മേഖല. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു എന്നുള്ളൊരു കോമൺ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും. ആരാണ് വിജയിച്ചത്? ബ്രിട്ടീഷുകാർ. ഇനി ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, പോർച്ചുഗീസുകാരെ ത്രികോണാകൃതിയിലെ റെഡ് കളറാണ്, ഡച്ചുകാർ സ്ക്വയർ ആണ്, ഫ്രഞ്ചുകാർ സർക്കിൾ ആണ് അല്ലേ. നോക്കുക, പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഡച്ച് അധിനിവേശ പ്രദേശങ്ങൾ, ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പട്ടികപ്പെടുത്തുക. അഹമ്മദാബാദ്, എവിടെയാണ് അഹമ്മദാബാദ്? അഹമ്മദാബാദ്, ബറോച്ച്, ചിൻസുര, നാഗപട്ടണം ഡച്ച് അധിനിവേശ പ്രദേശങ്ങളാണ്. ദാമൻ, ദിയു, ഗോവ, കൊച്ചി പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളാണ്. മാഹി, കാരയ്ക്കൽ, യാനം, പോണ്ടിച്ചേരി ഏതാണ്? ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളാണ്. കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് നമ്മൾ ഈ പാഠത്തിന്റെ ആരംഭത്തിൽ ചർച്ച ചെയ്തല്ലോ. ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്? വ്യാപാര ബന്ധത്തിന് വേണ്ടിയിട്ടാണ്. ഏഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. കമ്പനിയുടെ പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്ന് അനുമതി നേടി ഗുജറാത്തിലെ സൂററ്റിൽ ഒരു കച്ചവട താവളം, ഫാക്ടറി സ്ഥാപിച്ചു. തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി ഫാക്ടറികൾ ആരംഭിച്ചു. അതിനെ തുടർന്ന് മദ്രാസ്, ഇന്നത്തെ ചെന്നൈ, ബോംബെ, മുംബൈ, കൽക്കട്ട, കൊൽക്കത്ത എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിലെ ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങി. ആരായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തത്? കമ്പനിയുടെ പ്രതിനിധി. അദ്ദേഹം ആരാണ്? വില്യം ഹോക്കിൻസ്. ആരിൽ നിന്നാണ് അനുമതി നേടുന്നത്? മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറിൽ നിന്നാണ് അനുമതി നേടുന്നത്. അങ്ങനെ എവിടെയൊക്കെയാണ് കമ്പനികൾ സ്ഥാപിച്ചത്? മദ്രാസ്, ബോംബെ, കൽക്കട്ട, സൂറത്ത്, ഗുജറാത്തിലെ സൂറത്ത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ്. ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ബംഗാളിന്റെ ഭരണം പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി. അതായത് 1757 പ്ലാസി യുദ്ധം നടക്കുന്നുണ്ട്. അതുവരെ ബ്രിട്ടീഷുകാർ ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് കച്ചവട ബന്ധം മാത്രമായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് അടിത്തറ പാകിയ യുദ്ധം എന്ന് പറയുന്നത് ഏത് യുദ്ധമാണ്?
പ്ലാസി യുദ്ധമാണ്. ആരൊക്കെ തമ്മിലാണ് ഈ യുദ്ധം നടന്നത്? റോബർട്ട് ക്ലൈവും സിറാജുദ്ദൗളയും തമ്മിലാണ്. ഈ യുദ്ധത്തിൽ ആരാണ് വിജയിക്കുന്നത്? റോബർട്ട് ക്ലൈവ് ആണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കപ്പെടുന്ന യുദ്ധം മറക്കരുത്, 1757 പ്ലാസി യുദ്ധം. ഇതുവഴി ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലേക്കും ആധിപത്യം കൊണ്ടുവരാൻ സഹായകമായി ബ്രിട്ടീഷുകാർക്ക്. കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. 1764 ബക്സാർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിൽ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി. അപ്പോൾ അടിത്തറ പാകിയത് പ്ലാസി യുദ്ധമാണെങ്കിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും സാധ്യമായത് ഏതിലൂടെയാണ്? ബക്സാർ യുദ്ധത്തിലൂടെയാണ്. ബക്സാർ യുദ്ധം നടന്ന വർഷം 1764. രാഷ്ട്രീയ ആധിപത്യം കംപ്ലീറ്റ് ആവുന്നത് ഈ ഒരു യുദ്ധത്തോട് കൂടിയാണ്. ഏതൊക്കെ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ കീഴിലായി? ബംഗാൾ, ബീഹാർ, ഒറീസ. അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമായി. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബായിരുന്ന ഷുജാ ഉദ്ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ബ്രിട്ടീഷുകാർ തന്നെയാണ് ബക്സാർ യുദ്ധത്തിലെ എതിരാളികൾ എന്ന് പറയുന്നത്. ആരൊക്കെയായിരുന്നു ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടായിരുന്നത്? അവധിലെ നവാബായിരുന്ന ഷുജാ ദൗളയും ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിമും ആയിരുന്നു എതിർഭാഗത്ത് ഉണ്ടായിരുന്നത്. ഇതിൽ ആര് വിജയിക്കുന്നു? ബ്രിട്ടീഷുകാർ വിജയിക്കുന്നു. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞ ആളാണ് ആര്? റോബർട്ട് ക്ലൈവ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിരുന്ന റോബർട്ട് ക്ലൈവിന്റെ വാക്കുകൾ നിങ്ങൾ വായിച്ചല്ലോ. എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്? ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്കിടയിലെ അനൈക്യം, ബ്രിട്ടീഷുകാരുടെ മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യ, ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക മേധാവിത്വവും ഇതിന് കാരണമായിട്ടുണ്ട്. 1639 മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്കവരുമാനത്തിന്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ദമർല വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിച്ച പ്രദേശമാണ് ബോംബെ. പിന്നീട് ഈ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. 1698 സുധനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട. ക്രമേണ ഈ പ്രദേശം പട്ടണമായി മാറി കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ ബോംബെ എന്ന് പറയുന്നത് ആർക്ക് സ്ത്രീധനമായി കിട്ടിയ സ്ഥലമാണ് എന്നൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇത്രയും ഭാഗമാണ് പാർട്ട് 1 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി ഭാഗങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള നികുതികൾ, സ്ഥലങ്ങൾ, ഇതിനെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ പാർട്ട് 2 ഉൾപ്പെടുത്താം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ.